വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ഈസി ന്യൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ന്യൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ചതിന് ശേഷമാണ് നമ്മൾ ന്യൂഡിൽസ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ വെള്ളത്തിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എഗ് നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. മുട്ട ചേരുന്ന നൂഡിൽസാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരം നൂഡിൽസ് വേണമെങ്കിലും മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടും. വെജിറ്റബിൾ വേണമെങ്കിൽ വെജിറ്റബിൾ, ചിക്കൻ്റെ വേണമെങ്കിൽ ചിക്കൻ്റെ എല്ലാ ടൈപ്പും കിട്ടുമേ. അപ്പോൾ നമ്മുടെ വെള്ളം നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഈ തിളയ്ക്കുന്ന സമയം വേണം നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാൻ. ഞാനിവിടെ 250 ഗ്രാം നൂഡിൽസാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് 1/4 കിലോ നൂഡിൽസ് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ എല്ലാ നൂഡിൽസിൻ്റെ കവറിൻ്റെ മണ്ടയ്ക്കും എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ വേവ് എത്രത്തോളം ആണെന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കൊരു ഊഹം വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കവറിൽ തന്നെ കാണും അത് എത്ര മിനിറ്റ് ഇട്ട് വേവിക്കണമെന്ന്. എൻ്റെ ആണെങ്കിൽ 6 മുതൽ 8 മിനിറ്റ് വരെ ഇട്ട് വേവിക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ 6 മുതൽ 8 മിനിറ്റ് വരെ ഇട്ട് വേവിച്ചെടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതൊന്ന് ആയി വരട്ടെ. ആയി വന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ 8 മിനിറ്റ് ആയപ്പോഴത്തേന് എൻ്റെ നൂഡിൽസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളം ഒന്ന് മാറ്റിയിട്ടെടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ നല്ല കണ്ണാപ്പയ്ക്കകത്തോട്ട് തട്ടിയിട്ടിട്ട് നമുക്കിതിൻ്റെ വെള്ളം മൊത്തം ഊറ്റിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് ഞാൻ പച്ചവെള്ളം എല്ലാം ഒഴിച്ച് നല്ല തണുപ്പിച്ച് നല്ല കൂളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്തെങ്കിലും സ്മെല്ലില്ലാത്ത ഓയിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ഇത് തമ്മി ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മളിവിടെ 3 മുട്ടയാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കടായിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ച മണം ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിത് സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന നൂഡിൽസാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ കിട്ടുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് നമ്മുടെ ഈ നൂഡിൽസിനും. ചിലർ ഇഞ്ചി ചേർക്കാറുണ്ട്, പക്ഷെ ഞാനിവിടെ ഇഞ്ചി ചേർക്കുന്നില്ല. ഞാൻ വെളുത്തുള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇഞ്ചി ചേർത്താൽ നമ്മുടെ ആ നൂഡിൽസിൻ്റെ ആ ടേസ്റ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ വെളുത്തുള്ളി മാത്രമേ ചേർക്കാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു സവാളയൊന്ന് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുന്ന സമയം തന്നെ ഓൾ എന്നുള്ളൊരു ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതി. നല്ലപോലെ ഒന്നും വഴണ്ട് കിട്ടേണ്ട ആവശ്യമില്ല. അതേപോലെ ക്യാരറ്റും ക്യാപ്സിക്കനും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും വെജിറ്റബിൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാൻ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. എൻ്റെ കയ്യിൽ ഇത്രയും വെജിറ്റബിളേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്പ്രിംഗ് ഓണിയനോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഇതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറ്റിയെടുക്കാം. ഓക്കെ, നമ്മൾ മുട്ടയിൽ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ അതിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. വെജിറ്റബിളെല്ലാം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ വെജിറ്റബിളൊന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ഇങ്ങനെ ഇട്ട് നമുക്ക് ചിക്കി എടുത്താൽ മതി. നമുക്ക് ഇത് വെജിറ്റബിൾ മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ ചിക്കി എടുക്കാവുന്നതാണ്. ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഈസി മെത്തേഡാണ്. ഒരു 2 ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ഒഴിക്കേണ്ടവർക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞങ്ങൾക്കിവിടെ സോസൊക്കെ കുറച്ച് മതി, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് എടുക്കുന്നുള്ളൂ. സോയാ സോസൊക്കെ 2 ടീസ്പൂണൊക്കെ മതി. നമ്മൾ ഈ എടുക്കുന്ന ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിക്കുന്നത്. അതേപോലെ തന്നെ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഒഴിക്കാവുന്നതാണ്. ഞാനത് ഇവിടെ ഒരു 1.5 ടീസ്പൂൺ വരെയൊക്കെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചില്ലി സോസ് ഒഴിക്കണം. ഗ്രീൻ ചില്ലി എടുക്കാം, റെഡ് ചില്ലി എടുക്കാം. ഞാനിവിടെ റെഡ് ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. എല്ലാവരും ഗ്രീൻ ചില്ലിയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്.
അപ്പോൾ എൻ്റെ ഗ്രീൻ ചില്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ റെഡ് ചില്ലി എടുത്തു. അപ്പോൾ അതൊരു 2 ടീസ്പൂൺ വരെയൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നൂഡിൽസ് ചേർക്കാവുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു ചെറിയൊരു എരിവൊക്കെ നമുക്ക് വേണ്ടേ. പിന്നെ ഇതിലേക്ക് ചിക്കൻ ചേർക്കേണ്ടവർക്ക് ചിക്കൻ ചേർക്കാം. ഇത് എഗ്ഗ് വെച്ചിട്ടുള്ള നൂഡിൽസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ പിന്നെ എഗ്ഗ് വെച്ചിട്ട് മാത്രം ചെയ്യുന്നത്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാൻ പറ്റും. നൂഡിൽസൊക്കെ ചേർത്ത് നമുക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ നൂഡിൽസൊക്കെ ചേർത്തു, നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് ഉടനെ വരാം. ഓക്കെ, ബൈ.